ഹലോ സ്റ്റുഡൻസ്, ഞാൻ സ്വാതി കൃഷ്ണ, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ സർവേ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ കണ്ടിന്യൂഷൻ ക്ലാസ്സായ പാർട്ട് 2 ക്ലാസ്സിലേക്കാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ വരുന്ന സൗണ്ടിങ് മെത്തേഡിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. കാരണം അടുത്തതായി വരുന്നത് ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിക്ക് ചെറിയൊരു ക്ലാസ്സാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിങ് മെത്തേഡിനെ കുറിച്ച്, സൗണ്ടിങ് എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലാണ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സൗണ്ടിങ്ങിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക് പോലെയാണ് ഈ പാർട്ട് 2 വന്നിരിക്കുന്നത്. ചെറിയൊരു ക്ലാസ്സാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ടിങ് ഇൻ ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ സൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഡെപ്ത് ബിലോ വാട്ടർ സർഫസ് ഈസ് കോൾഡ് സൗണ്ടിങ്. അതായത് ശരിക്കും നമ്മൾ സൗണ്ടിങ് എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ അടിയിലുള്ള ഡെപ്ത്, ആഴം എത്രയാണ്, അല്ലെങ്കിൽ വാട്ടർ സർഫസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ആ ഡെപ്ത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൗണ്ടിങ് ഉപയോഗിക്കുക. സൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറിൻ്റെ ഡെപ്ത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അടിയിലുള്ള സീബെഡ് എത്ര ആഴത്തിലാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എനി പോയിന്റ് ഓഫ് എ വാട്ടർ ബോഡി ഈസ് ഡിറ്റർമൈൻഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ദ സൗണ്ടിങ് ഫ്രം മീൻ സീ ലെവൽ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ ആഴം എത്രയാണ് എന്ന് നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഈ സൗണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ കറക്റ്റ് മീൻ സീ ലെവലോ ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് ആ പോയിന്റിൽ സീബെഡ് എത്ര ആഴത്തിലാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എനി പോയിന്റ് ഓഫ് എ വാട്ടർ ബോഡി ഈസ് ഡിറ്റർമൈൻഡ് ബൈ സബ്ട്രാക്റ്റിംഗ് ദ സൗണ്ടിങ് ഫ്രം മീൻ സീ ലെവൽ. അതായത് വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ സീ മാത്രമല്ല, അല്ലെങ്കിൽ ഓഷ്യൻ മാത്രമല്ല, റിവർ, ലേക്ക്, ചെറിയ സ്ട്രീമുകൾ എല്ലാം തന്നെ വരും. പക്ഷെ ഞാൻ കൂടുതലും കമ്പയർ ചെയ്ത് പറയുന്നത് ഓഷ്യൻ, സീ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ സ്പെസിഫിക് നീഡ് ഫോർ സൗണ്ടിങ് ഈസ്. അതായത് നമ്മൾ സൗണ്ടിങ് ചെയ്യുന്നത് ചില പ്രത്യേക ആവശ്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ സൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റീഡിങ്സ് വെച്ച് നമുക്ക് പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നീഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് നാവിഗേഷൻ ചാർട്ട്സ് വിച്ച് ഈസ് ആൻ ഓൾ ടൈം ഇൻഫർമേഷൻ ഫോർ യൂസ് ഇൻ ഫ്യൂച്ചർ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാവിഗേഷൻ ചാർട്ട് എന്താണെന്ന്. നാവിഗേഷൻ ചാർട്ടിലാണ് നമ്മുടെ കടലിലുള്ള ഓരോ ഡയറക്ഷൻസും, അല്ലെങ്കിൽ ഏത് വഴി കൂടെ ഏത് റൂട്ടാണെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു ഹാർബർ എഞ്ചിനീയറിങ്ങിലെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മാപ്പിനെയാണ് നമ്മളൊരു നാവിഗേഷൻ ചാർട്ട്, നാവിഗേഷൻ പറയുമ്പോൾ തന്നെ ഡയറക്ഷൻ അങ്ങനെ കാണിക്കുന്ന ഒരു മാപ്പിനെയാണ് നാവിഗേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ആ നാവിഗേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതിൽ മാർക്ക് ചെയ്യേണ്ട റീഡിങ്സ് എല്ലാം നമുക്ക് കിട്ടുന്നത് സൗണ്ടിങ് എന്നുള്ള ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മളൊരു നാവിഗേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടി മാത്രമല്ല, പിന്നീട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിലോ നമുക്ക് റെഫർ ചെയ്യുന്നതിന് കൂടിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് കൂടെ ഈ നാവിഗേഷൻ ചാർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് മെറ്റീരിയൽ ദാറ്റ് നീഡ്സ് ടു ബി ഡ്രെഡ്ജഡ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് ഈസി മൂവ്മെൻറ്റ് ഇൻ എനി ഗിവൻ പ്രൊജക്റ്റ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ്, അതായത് ഇപ്പോൾ കടലിലൊക്കെ ഒരുപാട് ഓയിൽ ഒക്കെ ഖനനം ചെയ്യുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സൊക്കെ പണിയുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ കപ്പൽ പോലുള്ള യാത്രാമാർഗ്ഗമൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് അതിന് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഈസി വേ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രെഡ്ജ് ചെയ്യേണ്ട ആവശ്യം വരും. ആ ഡ്രെഡ്ജിങ് സമയത്ത് ഏത് മെറ്റീരിയൽ നമുക്ക് ആ ഡ്രെഡ്ജിങ്ങിന് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ലെവൽ
സർഫസ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫില്ലിങ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഫില്ലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റോഡ് എഞ്ചിനീയറിംഗ് അങ്ങനെ വരുന്ന സമയത്തൊക്കെ കട്ടിങ് ഫില്ലിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫില്ലിങ്സ് ഒക്കെ നമുക്ക് ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഫില്ലിംഗ് സ്പോട്ടുകൾ എവിടേക്കാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൗണ്ടിങ് ഉപയോഗിക്കാറുണ്ട്. അതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്, ഡിറ്റർമൈനിങ് വെർ ഫില്ലിംഗ് നീഡ്സ് ടു ബി ഡൺ എന്ന്. അടുത്തത് നമ്മൾ നോക്കുന്നതാണ് ഡിസൈൻ ഓഫ് ബാക്ക് വാട്ടേഴ്സ്. സീ വാൾസ് റിക്വയർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സൗണ്ടിങ്. അതായത് നമ്മുടെ കായലും അതുപോലെ ഈ കടലിൽ നിന്നും വരുന്ന നമ്മുടെ കടൽ ഭിത്തികൾ എന്ന് പറഞ്ഞിട്ട് ഈ കടലോര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആഴം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള മെറ്റീരിയൽസും അത്രത്തോളം സ്ട്രെങ്തനായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അവിടുത്തെ ഡെപ്തിനെ കുറിച്ചും അവിടെയുള്ള സ്ട്രക്ചേഴ്സിന് അടിയിലുള്ള ഒരു ടോപ്പോഗ്രഫിയെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് സൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗണ്ടിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതാണ് എക്യുപ്മെൻറ്റ് ഫോർ സൗണ്ടിങ്ങിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ മെയിനായിട്ടുള്ള ആ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ് നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എസെൻഷ്യൽ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ അണ്ടർടേക്കിംഗ് സൗണ്ടിങ്സ്. സൗണ്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഷോ സിഗ്നൽസ് ആൻഡ് ബോയ്സ്. സെക്കൻഡ് വൺ സൗണ്ടിങ് എക്യുപ്മെൻറ്റ്. തേർഡ് വൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ മെഷറിംഗ് ആംഗിൾസ്. ഇതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൽ തേർഡ് വൺ ആയ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ മെഷറിംഗ് ആംഗിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാനില്ല. നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഷോ സിഗ്നൽസ് ആൻഡ് ബോയ്സും സൗണ്ടിങ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ ഷോ സിഗ്നൽസ് ആൻഡ് ബോയ്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഷോ സിഗ്നൽ ആൻഡ് ബോയ്സ് എന്താണെന്ന്. ഈ താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഈ കാര്യം നമ്മളിപ്പോൾ കടൽ ആ ഒരു റീജിയനിൽ പോയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഈ കൊച്ചിൻ സൈഡൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഷോ സിഗ്നൽ ആൻഡ് ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ദീസ് ആർ റിക്വയർഡ് ടു മാർക്ക് ദ റേഞ്ച് ലൈൻ. അതായത് കഴിഞ്ഞ പാർട്ട് 1 ക്ലാസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സീ ഷോർ, അതായത് കടൽ തീരത്ത് ഒരു ഫിക്സഡ് പോയിന്റ് വയ്ക്കും. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കടലിലേക്ക് നമ്മളിങ്ങനെ ഓരോ പോയിന്റുകൾ റേഞ്ച് ചെയ്തിട്ടാണ് സൗണ്ടിങ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് അവിടെയാണ് ഡെപ്ത് കണ്ടുപിടിക്കുക, അതുവഴിയാണ് ഡയറക്ഷൻ ഉണ്ടാവുക. ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നാവിഗേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള റേഞ്ച് ലൈൻസ്, അതായത് ആ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്ന നമ്മൾ പോകുന്ന ആ പാത്ത് മാർക്ക് ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ റേഞ്ചിങ് റോഡൊക്കെ വെച്ചിട്ട് റേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ റേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇമാജിനറി ലൈൻ അവിടെ ക്രിയേറ്റ് ആകും. നമ്മളവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു പോളൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇമാജിനറി ലൈൻ ക്രിയേറ്റ് ആകും. അതുപോലെ ഒരു റേഞ്ച് ലൈൻ ഉണ്ടാകും. ആ റേഞ്ച് ലൈന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ബോയ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബോയ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ എ ലൈൻ പെർപെൻഡിക്കുലർ ടു ഷോർ ലൈൻ ഒബ്റ്റൈൻഡ് ബൈ ലൈൻ ജോയിനിങ് 2 or 3 signals in a straight line constitute the range line along which sounding has to be performed. ഇനി എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോർ ലൈൻ, അതായത് കടൽ തീരത്ത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് സീ ഷോറിന് അലോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഷോർ ലൈനിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് നേരെ, അതായത് ഒരു തീരം കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് പാത്തിൽ പോകുമ്പോൾ അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ശരിക്കും നമ്മൾ ഈ റേഞ്ചിങ് ലൈൻസ് പോവുക. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റേഞ്ചിങ് ലൈൻ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയി പോവുകയാണെങ്കിൽ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു റേഞ്ചിങ് ലൈനിൽ 2 അല്ലെങ്കിൽ 3 ഇതുപോലുള്ള ബോയ്സ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഡയറക്ഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടും അവിടെ എത്രത്തോളം കടലിൽ ആഴമുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോയ്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ഡയറക്ഷനിൽ 2 or 3 ബോയ്സ് യൂസ് ചെയ്തിട്ട് അവർ നമുക്ക് ഡയറക്ഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഡെപ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബോയ്സ് ഫിക്സ് ചെയ്യും. ഇനി തേർഡ് പോയിന്റിൽ പറയുന്നത് ആംഗുലർ ഒബ്സർവേഷൻസ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് ഫ്രം സൗണ്ടിങ് ബോർഡ് ബൈ ദിസ് മെത്തേഡ്. അതായത് ഇത് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഈ ഡെപ്ത് കണ്ടുപിടിക്കുമ്പോൾ സൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ചില ബോട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കത് ചെയ്യണമെങ്കിൽ കടലിലേക്ക് മൂവ് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ചില ബോട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ആ സൗണ്ടിങ് ബോട്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആംഗുലർ ഒബ്സർവേഷൻസും നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തതിൽ പറയുന്നത് ടു മേക്ക് ഇറ്റ് വിസിബിൾ ഫ്രം കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഇൻ ദ സീ ഇറ്റ് ഈസ് മെയ്ഡ് ഹൈലി കോൺസ്പീഷ്യസ്. അതായത് നമ്മൾ ഈ ഒരു സാധനം, അതായത് ഈ ബോയ്സ് എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ എവിടെയാണോ സൗണ്ടിങ് ചെക്ക് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലാണ് ഈ ബോയ്സ് ഇടുക. അപ്പോൾ ആ ബോയ്സിൽ നമുക്ക് കടൽ എത്രത്തോളം ആഴത്തിലാണെന്നുള്ള ആ ഒരു വാല്യൂ ഈ ബോയ്സിൽ മാർക്ക് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കടലിൽ നമുക്കിത് ഈസി ആയിട്ട് വിസിബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോയ്സിൽ, അതായത് വെച്ചിരിക്കുന്ന ഒരു ബോയ്സിൽ നിന്നും പെർട്ടിക്കുലർ നമുക്ക് മാക്സിമം വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കും അടുത്തൊരു ബോയ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെന്താണ്, മാക്സിമം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് ആയിരിക്കും ഈ ബോയ്സിന് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ എ ഫ്ലോട്ട് made of light wood or airtight vessel which is weighted at bottom kept vertical by anchoring with the guy wires is called buoys. അതായത് ശരിക്കും ബോയ്സ് എന്താണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇതൊരു ഫ്ലോട്ടാണ്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന സാധനമാണ് ഫ്ലോട്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, അതായത് വളരെ ഭാരം കുറഞ്ഞ മരം കൊണ്ടോ അല്ലെങ്കിൽ എയർ ടൈറ്റ് വെസൽ, അതായത് ഈ ബലൂൺസ് പോലെയൊക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബലൂൺ പോലെ ഇങ്ങനെ വെള്ളത്തിൽ പാറി നിൽക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വുഡ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഈ ബോയ്സ് ഉണ്ടാക്കുക. ഇതിൻ്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് നല്ല വെയ്റ്റിലുള്ളൊരു സാധനവും മേൽഭാഗത്ത് അധികം ഈ ബലൂണ് പോലെ എയർ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. അപ്പോൾ മാക്സിമം അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കുറച്ച് പോർഷൻ നിൽക്കും, ബാക്കിയുള്ള പോർഷൻ വെള്ളത്തിൻ്റെ മേലെ എപ്പോഴും ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് വരുന്ന സമയത്ത് ഇത് വേറെ എവിടേക്കെങ്കിലും നമുക്ക് കറക്റ്റ് നമ്മളൊരു ഡെപ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ആ ഡെപ്താണ് ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് വിടുന്ന സമയത്ത് ഇത് എവിടേക്കെങ്കിലുമൊക്കെ ഒഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒഴുകിപ്പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ആങ്കർ ചെയ്ത് ഏറ്റവും കടലിൻ്റെ അടിത്തട്ടിലേക്ക് ആങ്കർ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും, അതായത് പിടിച്ച് നിർത്തിയിട്ടുണ്ടാവും. ആ ഒരു സ്ട്രക്ചറാണ് ഈ പിക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചെയിൻ പോലെ ഒരു സാധനം കടലിൻ്റെ അടിത്തട്ടിലേക്ക് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആങ്കർ ചെയ്തിട്ടാണ് ഈ ബോയ്സിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഇൻ ഓർഡർ ടു അക്കോമഡേറ്റ് എ ഫ്ലാഗ് ഹോൾ ഈസ് ഡ്രിൽഡ്. അതായത് ഈ ഫ്ലാഗ് ഹോൾ എന്ന് പറയുന്നതാണ് അടിയിൽ നിങ്ങൾ കാണുന്ന ഈ ബോൾ പോലെ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഈ ഫ്ലാഗ് ഹോൾ എന്ന് പറയുന്നത്. അതായത് മേൽഭാഗത്ത് ഒരു പൊള്ളയായ ഒരു സാധനം അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയ ബലൂൺ പോലെ ഒരു സാധനവും അതിൻ്റെ അടിയിലൊരു വെയിറ്റും കൊടുത്ത് ആങ്കർ ചെയ്തിട്ടാണ് ശരിക്കും ഈ ബോയ്സിനെ നിർത്തിയിട്ടുണ്ടാവുക. ഈ ബോയ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഡയറക്ഷൻ കാണിക്കുന്ന ആ റേഞ്ചിൻ ലൈനിന് വേണ്ടിയിട്ട്, അതിന് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്ട്രെയിറ്റിൽ 2 or 3 ബോയ്സ് ഉണ്ടാവുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷോർ സിഗ്നൽ ആൻഡ് ബോയ്സിൽ നോക്കാനുള്ളത്. ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ടിങ് എക്യുപ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ്. സൗണ്ടിങ് എക്യുപ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൗണ്ടിങ് എക്യുപ്മെൻറ്റ് നോക്കുന്ന സമയത്ത് സൗണ്ടിങ് എക്യുപ്മെൻറ്റിൽ മെയിനായിട്ട് പറയുന്ന ചില പോയിൻ്റ് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ്, ഇൻഡിവിജ്വൽ യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റാണ് സൗണ്ടിങ് ബോട്ട് എന്ന് പറയുന്നത്. സൗണ്ടിങ് ബോട്ട് എന്ന് പറയുമ്പോൾ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ സൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വെള്ളത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നീന്തിയിട്ടോ നടന്നിട്ടോ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആഴം അറിയേണ്ട ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വാഹനമാണ് ഈ സൗണ്ടിങ് ബോട്ട് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള വാഹനമാണ് സൗണ്ടിങ് ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഈ 2 ബോട്ടിൻ്റെ ഫിഗറും നമ്മളിപ്പോൾ റിവറോ ലേക്ക് അങ്ങനെ സ്ട്രീംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. പക്ഷേ വലിയ കടലുകളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ വലിയ കപ്പലുകളിൽ അല്ലെങ്കിൽ ഷിപ്സിലൊക്കെയാണ് നമ്മൾ സൗണ്ടിങ് ചെയ്യുക. ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് റിവറിലൊക്കെ ചെയ്യുകയാണെങ്കിലുള്ള മോഡൽ ഓഫ് ബോട്ട് സൗണ്ടിങ് ബോട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സൗണ്ടിങ് ബോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം. A flat bottom of low draft is used to carry out sounding operation. Large size boat with a motor used for sounding in sea. The sounding are taken through wells provided in the boat. അതായത്
ഫ്ലാറ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ തൊട്ട് കിടക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഉപകരണമാണ് നമ്മൾ സൗണ്ടിങ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഉപകരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ബോട്ട് ഉപയോഗിക്കുന്നത് റിവർ സൈഡിലാണ്. പിന്നീട് ലാർജ് സൈസിലുള്ള ബോട്ടുകൾ ഉപയോഗിക്കുന്നത്, മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുള്ള ലാർജ് സൈസിലുള്ള ബോട്ടുകൾ ഉപയോഗിക്കുന്നത് കടലിലേക്ക് പോകുമ്പോഴാണ്. അതേപോലെ തന്നെ പിന്നെ പറയുന്നതാണ് ദ സൗണ്ടിങ്സ് ആർ ടേക്കൺ ത്രൂ വെൽസ് പ്രൊവൈഡഡ് ഇൻ ദ ബോട്ട്. അതായത് ഈ ലൈൻ സ്കെച്ചിൽ കൊടുത്തിട്ടുണ്ട്, വെൽ എന്താണെന്ന് ലൈൻ സ്കെച്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ഈ ഓറഞ്ച് കളറുള്ള ബോർഡിൽ സെൻറ്ററിൽ ഒരു ഹോള് കാണുന്നുണ്ടല്ലോ, ഈ ഹോളാണ് വെൽസ് എന്ന് പറയുന്നത്. ഈ വെൽസിൽ കൂടെയാണ് സൗണ്ടിങ് എക്യുപ്മെൻറ്റ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇറക്കുന്നത്. അങ്ങനെയാണ് സൗണ്ടിങ് റീഡിങ്സ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് സൗണ്ടിങ് ബോർഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോകുന്നത് സൗണ്ടിങ് പോൾ ഓർ റോഡ് എന്നാണ്. സൗണ്ടിങ് പോൾ അല്ലെങ്കിൽ റോഡ്. സൗണ്ടിങ് പോൾ ഓർ റോഡ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ആ ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഒരു ധർമ്മം തന്നെയാണ് ഇവിടെ സൗണ്ടിങ് പോൾ അല്ലെങ്കിൽ റോഡ് കൊണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. റോഡ് ഈസ് മെയ്ഡ് ഓഫ് സീസൺഡ് ടിമ്പർ 5 to 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അതായത് സൗണ്ടിങ് പോൾ അല്ലെങ്കിൽ റോഡ് എന്ന് പറയുന്നത് ഒരു സീസൺഡ് ടിമ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിൻ്റെ ഡയമീറ്റർ 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. ആൻഡ് 5 to 8 മീറ്റർ ലോങ്. 5 മുതൽ 8 മീറ്റർ വരെ നീളവും അതിനുണ്ടാവും. ഇത് റിവറിൽ ചെയ്യുകയാണെങ്കിലുള്ള കേസാണ് പറയുന്നത്. എ ലീഡ് ഷൂ ഓഫ് സഫിഷ്യൻറ്റ് വെയിറ്റ് ഈസ് കണക്റ്റഡ് അറ്റ് ബോട്ടം ടു കീപ്പ് ഇറ്റ് വേർട്ടിക്കൽ. അതായത് നമ്മൾ ഈ പോളിങ്ങനെ ഇറക്കുന്ന സമയത്ത് അടിയിലൊക്കെ നല്ല ഒഴുക്കുണ്ടെങ്കിൽ ഈ പോള് വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോളിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ലെഡിൻ്റെ നല്ല വെയിറ്റ് ഉള്ളൊരു ഷൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഫ്രം ബോട്ടം അപ്വേർഡ്സ്. നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിലുള്ള പോലെ ഏറ്റവും താഴ്ത്തുനിന്ന് മേലേക്ക് പോകുന്നത് പോലെ തന്നെ ഈ പോളിലും സൗണ്ടിങ് പോളിലും എങ്ങനെയാണ് താഴ്ന്ന് തൊട്ട് മേലേക്കാണ് റീഡിങ്സ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളൊരു വെള്ളത്തിലേക്ക് മുക്കി താഴേക്ക് ഇങ്ങനെ ഇടുമ്പോൾ താഴ്ന്ന റീഡിങ്സ് വരുന്നതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ അവിടെ എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് ആ പോള് നോക്കിയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഹെൻസ് റീഡിങ്സ് ഓൺ ദ റോഡ് കറസ്പോണ്ട് ടു വാട്ടർ ഡെപ്ത്. വാട്ടർ ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അതാണ് സൗണ്ടിങ് പോൾ റോഡിൽ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡ് ലൈനാണ്. ലീഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റഡ് റോപ്പ് ഈസ് മെയ്ഡ് ഓഫ് ചെയിൻ കണക്റ്റഡ് ടു ദ ലീഡ് ഓർ സിംഗർ ഓഫ് 5 to 10 kilogram ഡിപ്പെൻഡിങ് ഓൺ കറന്റ് സ്ട്രെങ്ത് ആൻഡ് വാട്ടർ ഡെപ്ത്. Due to deep and swift flowing water, variation will be there from true depth. Hence, a correction is required to be applied. അതായത് ലീഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു പിക്ക് ഉണ്ട്, അതിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് ശരിക്കും സൗണ്ടിങ് പോളും അല്ലെങ്കിൽ ലീഡ് ലൈനും കാണിക്കുന്ന ഫിഗറാണ്. അതായത് വെല്ലിലൂടെ നമ്മൾ സൗണ്ടിങ് പോൾ ഇറക്കി, അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് അവിടുത്തെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ലീഡ് ലൈൻ എന്നുള്ളത്. ലീഡ് ലൈൻ എന്ന് പറയുന്നത് ചെയിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോപ്പാണ്. ചെയിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോപ്പാണ് ലീഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലീഡ് ലൈനിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു വലിയ ഒരു വെയിറ്റ് ഉണ്ടാവും. 5 മുതൽ 10 കിലോഗ്രാം വരെ ഭാരമുള്ള വലിയൊരു വെയിറ്റ് ഉണ്ടാവും. ഈ വെയിറ്റാണ് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഡെപ്ത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അനങ്ങാതെ കറക്റ്റ് ആ വെള്ളത്തിൽ നിൽക്കുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സിംഗറാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഈ ലീഡ് ലൈനാണ്. ലീഡ് ലൈനിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു വെയിറ്റ് ഉണ്ടാവും. അത് 5 മുതൽ 10 കിലോഗ്രാം വരെ ആയിരിക്കും. ഈ 5 മുതൽ 10 കിലോഗ്രാം വരെയുള്ള ഈ വെയിറ്റിലുള്ള ലീഡ് ലൈൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെറുതെ ഉപയോഗിക്കുകയല്ല, നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് അവിടുത്തെ ഒഴുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര ആഴം വരെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഈ സിംഗറിൻ്റെ വെയിറ്റ് നമ്മൾ 5 to 10 എന്നുള്ള പറയുന്ന ഈ വാല്യൂലുള്ള വെയിറ്റ് നമ്മൾ നിർണ്ണയിക്കുക. ഇപ്പോൾ ചെറിയ അധികം ഒഴുക്കില്ല, അധികം ആഴമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. നല്ല ആഴത്തിലുള്ളതാണ്, നല്ല കുത്തൊഴുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സിംഗറിൻ്റെ വെയിറ്റ് കൂട്ടി ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങളാണ് ലീഡ് ലൈനിൽ പറയുന്നത്. പിന്നെ വിട്ടുപോയൊരു കാര്യം, ലീഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നല്ല കുത്തൊഴുക്കോ അല്ലെങ്കിൽ നല്ല ആഴമുള്ള കേസുകളിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എടുക്കുന്ന വാല്യൂ ഇതിൻ്റെ ഇളക്കം കാരണമോ ഇത് മൂവ് ചെയ്യുന്നത് കൊണ്ടോ കറക്റ്റ് വെർട്ടിക്കൽ നിൽക്കാത്തത് കൊണ്ടോ നമുക്ക് ചില കേസുകളിൽ തെറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പോൾ കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ കറക്ഷന് വേണ്ടിയിട്ട് ചില പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഉപയോഗിച്ചിട്ട് കറക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതെപ്പോഴാണ് നല്ല രീതിയിലുള്ള കുത്തൊഴുക്ക് അല്ലെങ്കിൽ നല്ല ഡെപ്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ കറക്ഷൻ പ്രോബ്ലം ഇതിൽ ഉപയോഗിക്കാം. ഇതാണ് ലീഡ് ലൈനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ ചില മെത്തേഡ്സിൽ ബാക്കിയുള്ള എക്യുപ്മെൻ്റാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിലൊന്നാണ് അതർ സൗണ്ടിങ് എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഈസ് ബെഡൽ സൗണ്ടിങ് മെഷീൻ. നമ്മൾ ഇതേ പോർഷൻ സൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലുപയോഗിക്കുന്ന മറ്റൊരു എക്യുപ്മെൻ്റാണ് ബെഡൽ സൗണ്ടിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എംപ്ലോയിഡ് വെൻ ലാർജ് സൗണ്ടിങ് വർക്ക് ഹാസ് ടു ബി ഡൺ. അതായത് നല്ല ആഴത്തിൽ വലിയ രീതിയിലുള്ള വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൗണ്ടിങ് എക്യുപ്മെൻ്റാണ് ബെഡൽ സൗണ്ടിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു എക്യുപ്മെൻ്റാണ് ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫാത്ത് എന്നുള്ള യൂണിറ്റൊക്കെയാണ് നമ്മുടെ ഈ ഹൈഡ്രോഗ്രാഫി സർവേയിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണിത്, വിച്ച് ഈസ് ആൻ എക്കോ സൗണ്ടിങ് ഇൻസ്ട്രുമെൻറ്റ്. ഫാത്തോമീറ്റർ എന്ന് പറയുന്നത് ഒരു എക്കോ സൗണ്ടിങ് ആണ്. എക്കോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശബ്ദമൊലി തിരിച്ചു വരുന്ന ഒരിതാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ആ പേരിലുള്ള എക്കോ സൗണ്ടിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഡിറ്റർമൈൻ ഓഷ്യൻ ഡെപ്ത് ഡയറക്റ്റ്ലി. അതായത് കടലിലൊക്കെയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത്. വലിയ കടലിലൊക്കെ അതിൻ്റെ ആഴം അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. ഈ ഫാത്തോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കടലിൻ്റെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, റെക്കോർഡിംഗ് ടൈം ഓഫ് ട്രാവൽ ബൈ സൗണ്ട് വേവ് ഈസ് ദ പ്രിൻസിപ്പൽ എംപ്ലോയിഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന സൗണ്ട് ഒരു സ്ഥലത്ത് പോയി തട്ടി തിരിച്ചെത്തുന്ന ആ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ ഡെപ്ത് കണക്കാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഫാത്തോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Here, the time of travel from a point on the surface of the water to the bottom of the ocean and back is recorded. അതായത് നമ്മൾ സൗണ്ടിങ് ഒരു പോയിന്റിൽ നിന്നും കൊടുക്കുന്നു, അത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് എത്തുന്നു, അവിടെ അത് തട്ടി അത് തിരിച്ച് നമ്മുടെ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന സമയത്ത് എത്ര ടൈം വന്നു എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ കടലിൻ്റെ ആഴം കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻ്റാണ് ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് താഴെ തന്നിരിക്കുന്നത്. ഈ ഫിഗറിൽ നമുക്ക് ഡി എന്നുള്ള ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്കോ സൗണ്ടിങ് ചെയ്യുന്നത്. ഇതിൽ എ ബി എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് എ ബി എന്ന് പറയുന്നത്. ആ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയുന്ന ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതിൻ്റെ ഒരു പിക്ക് നമ്മൾ ആദ്യം ട്രാവേഴ്സിങ്ങിൽ ചെയ്യുന്ന സമയത്തും റെഫർ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് 2 ഞാൻ പറയുന്നത്. പാർട്ട് 3 നമ്മൾ വലിയൊരു പോർഷനിലേക്ക് സൗണ്ടിങ്ങിൻ്റെ കടക്കാൻ പോകണം. അതുകൊണ്ട് അതിന് മുമ്പുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെയാണ് പാർട്ട് 2. പാർട്ട് 2 എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.